സംസ്ഥാന സമ്മേളനത്തിന്റെ ആവേശത്തിലാണ് കേരളത്തിലെ CPM. പ്രമുഖരായ പല നേതാക്കന്മാരും സംസ്ഥാന സമിതിയിൽ നിന്ന് പുറത്താവുകയും ആരും പ്രതീക്ഷിക്കാത്ത ചിലർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. മൂന്നാമതും തുടർഭരണം ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് CPM സംസ്ഥാനത്ത് നടത്തുന്നത്. കൊല്ലത്ത് നടന്ന CPM സമ്മേളനത്തിലും നേതാക്കൾ ആവർത്തിച്ചു വ്യക്തമാക്കിയത് തുടർഭരണത്തിന്റെ സാധ്യതകൾ തന്നെയാണ്. കരുതലോടെയും കരുത്തോടെയും മുന്നോട്ടു പോകുവാനാണ് സംസ്ഥാനത്തെ CPM നേതൃത്വം ആലോചിക്കുന്നത്. അതിനായി ഒരേപോലെ പരിചയസമ്പത്തും യുവത്വവും സമന്വയിപ്പിച്ചുള്ള നേതൃത്വമാണ് വരുവാനിരിക്കുന്നത്. ജില്ലകൾ കേന്ദ്രീകരിച്ചും പരമാവധി പ്രവർത്തനം സജീവമാക്കി തുടർഭരണം ഉറപ്പിക്കുകയാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുവേണ്ടി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞെങ്കിലും പല ജില്ലകളിലും ജില്ലാ സെക്രട്ടറിമാരെ മാറ്റി പരീക്ഷിക്കുവാനാണ് നേതൃത്വം ആലോചിക്കുന്നത്. പൊതുവെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഏത് തരംഗം ആഞ്ഞടിച്ചാലും UDF-നൊപ്പം നിലകൊള്ളുന്ന ജില്ലകളിൽ ഒന്നാണ് എറണാകുളം. ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ച കഴിഞ്ഞ തവണയും 9 സീറ്റുകളിലായിരുന്നു എറണാകുളത്ത് UDF വിജയിച്ചത്. ഇതിൽ പിറവത്തെ അനൂപ് ജേക്കബിന്റെ സീറ്റ് മാറ്റി നിർത്തിയാൽ ബാക്കി 8 സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിച്ചത്. ഒരുപക്ഷെ കോൺഗ്രസും UDF-ഉം ആഞ്ഞു പ്രവർത്തിച്ചാൽ മുഴുവൻ സീറ്റുകളിലും വിജയിച്ചു വരാൻ കഴിയുന്ന ജില്ലകളിൽ മുൻപന്തിയിലുള്ളതാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ നിർണായകമായ അടുത്ത തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് പരമാവധി സീറ്റുകളിൽ വിജയിക്കുക എന്നതാണ് CPM-ന്റെ പ്രഖ്യാപിത ലക്ഷ്യം. അതിനായി ഒരു യുവതുർക്കിയെയാണ് CPM മനസ്സിൽ കണ്ടിരിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ സജീവമായ KS അരുൺകുമാർ ആയിരിക്കും CPM-ന്റെ അടുത്ത എറണാകുളം ജില്ലാ സെക്രട്ടറി. ഇത് സംബന്ധിച്ച ചർച്ചകളും ധാരണകളും ആരംഭിച്ചതായി അറിയുന്നു. സംസ്ഥാന തലത്തിൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ചേരിയുടെ ഭാഗം തന്നെയാണ് അരുൺകുമാർ. കഴിഞ്ഞ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുക വരെ ചെയ്തതാണ്. അവസാന നിമിഷമായിരുന്നു ജോസഫ് എന്ന സ്ഥാനാർത്ഥിയായി വേഷമണിഞ്ഞത്. പ്രവർത്തകർക്കിടയിൽ അത് വലിയ നിരാശയ്ക്ക് അന്ന് ഇടയാക്കിയിരുന്നു. അപ്പോഴും നേതൃത്വത്തെ കുറ്റം പറയാതെ അരുൺകുമാർ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയായിരുന്നു. നിലവിൽ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗമാണ് അരുൺകുമാർ. അതോടൊപ്പം തന്നെ ജില്ലാ ശിശുക്ഷേമ സമിതി ഉപാധ്യക്ഷനുമാണ്. ഹൈക്കോടതി അഭിഭാഷകനായ അരുൺകുമാർ DYFI മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ ജില്ലാ പ്രസിഡന്റുമാണ്. CITU ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. പാർട്ടിയുടെ നിലപാടുകൾക്ക് വേണ്ടി ചാനൽ ചർച്ചയിൽ അവതാരകരോട് അരുൺകുമാർ കയർക്കാറുണ്ട്. ഇടയ്ക്ക് 24 ചാനലിൽ ഹാഷ്മിയുമായി തർക്കം ഉണ്ടാവുകയും പിന്നീട് അത് നിയമ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ചാനൽ അവതാരകൻ ഒരു അതിഥിയെ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അപമാനിച്ചതിന് കോടതി തന്നെ കേസെടുത്ത് വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് ഇതാദ്യമായാണ്. ഹാഷ്മി ധാർഷ്ട്യത്തിലും അഹങ്കാരത്തിലും വിശ്വസിക്കട്ടെ എന്നും ഞാൻ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുവെന്നും കേസിനെ കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ അരുൺകുമാർ പറഞ്ഞിരുന്നു. DYFI നേതൃത്വത്തിലെ സൗമ്യമുഖനായിരുന്നു അഡ്വക്കേറ്റ് അരുൺകുമാർ. ഇപ്പോൾ TV ചാനൽ ചർച്ചകളിൽ CPM-ന്റെ ശക്തനായ വക്താവാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയനായി മാറിയ അരുൺകുമാർ സൈബർ ഇടങ്ങളിലും തിളക്കമുള്ള താരമായി മാറിക്കഴിഞ്ഞു. ഏത് വിഷയവും ആഴത്തിൽ പഠിച്ച് യുക്തിസഹമായി അവതരിപ്പിക്കുന്ന KS അരുൺകുമാറിന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തിളങ്ങുവാൻ കഴിയുമെന്നാണ് നേതൃത്വം കരുതുന്നത്. അതേസമയം ക്രൈസ്തവ വിഭാഗം കൂടുതലുള്ള എറണാകുളം ജില്ലയിൽ നിന്നും അതേ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ജില്ലാ സെക്രട്ടറി ആക്കുന്നതാണ് പാർട്ടിക്ക് ഗുണകരം ആകുകയെന്ന് പറയുന്നവരുമുണ്ട്. M സുരാജിനെയും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ MLA കൂടിയായ വിജോയാണ് നിലവിൽ ജില്ലാ സെക്രട്ടറി. സമാനമായ നിലയിൽ തൃപ്പൂണിത്തുറയിൽ അടുത്ത തവണയും മത്സരിക്കുന്ന സ്വരാജിനെ ജില്ലാ സെക്രട്ടറി ആക്കിയാൽ നേട്ടം കൊയ്യുവാൻ ആകുമെന്ന് CPM കരുതുന്നു. അപ്പോഴും ഏറ്റവും അധികം സാധ്യതകളുള്ളത് അരുൺകുമാറിന് തന്നെയാണ്. ചാനൽ ചർച്ചകളിലെ പ്രസരിപ്പ് എറണാകുളം ജില്ലയിലെ CPM-ന്റെ മുന്നോട്ടു പോക്കിന് വഴിയൊരുക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.